ഹലോ ഫ്രണ്ട്സ്, വണ്ടി സ്വിഫ്റ്റ്, മാരുതി സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റ് ഡീസൽ 2012 മോഡൽ വണ്ടിയാണ്. വണ്ടി 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 തവണ ഇത് വെള്ളമില്ലാതെ ഓഫായി നിന്നിട്ടുണ്ട്. റേഡിയേറ്ററിൻ്റെ പൈപ്പ് ബ്ലോക്കായിട്ട് ദൂരെ നിന്നിട്ട് ഒരു 2-3 പ്രാവശ്യം ഓഫായിട്ടാണ് വന്നിരിക്കുന്ന വണ്ടി. അത് കുറേ സർവീസുകൾ ഒരു സർവീസിന് മുന്നാണ് ഈ കംപ്ലൈൻറ്റ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം അവർ ഏകദേശം ഒരു 10,000 കിലോ സർവീസ് എല്ലാം കഴിഞ്ഞ പൈപ്പ് മാറ്റി സർവീസ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 10,000 കിലോമീറ്റർ ഏകദേശം ഓട്ടി. ഇപ്പോൾ കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ തീരെ കുറവ്, കംപ്രഷൻ ഔട്ടായിരിക്കണം. നല്ലോണം സ്മോക്കും വരുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിന് നല്ല ഡിലേ വരുന്നുണ്ട് ഇതിനകത്ത്. പോയിട്ട് സ്റ്റാർട്ടിങ്ങിന് ഹെവി ആയിട്ട് ഡിലേ ഉണ്ട്. നല്ലോണം വൈറ്റ് സ്മോക്കും ഹെവി ആയിട്ട് തള്ളുന്നുണ്ട്. നോക്കുമ്പോൾ അതിൻ്റെ പിസ്റ്റൺ റിങ്സ് കംപ്ലയിൻ്റ് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓയിൽ നല്ലോണം കുടിക്കുന്നുണ്ട്. ഏകദേശം ഒരു സർവീസ് കഴിഞ്ഞ് 10,000 കിലോമീറ്റർ ആയി എങ്കിലും ഒരു 1-1.5 ലിറ്റർ ഓയിൽ ഇപ്പോൾ അതിനകത്ത് ബാലൻസ് ഉള്ളൂ. ബാക്കി ഫുള്ളും കംപ്ലീറ്റ് കത്തിപ്പോയിരിക്കുകയാണ്. അപ്പോൾ അത് ഒന്നില്ല ഈ ടെമ്പറേച്ചർ കയറി ഓടി അങ്ങനെ വന്ന കംപ്ലയിൻ്റ് ആയിരിക്കും. അല്ലാതെ വേറെ ഇഷ്യൂ വരാൻ ഇതിനകത്ത് ഇല്ല. ബാക്കി വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഓക്കെ തന്നെയാണ്. അങ്ങനെ ടെമ്പറേച്ചർ 2-3 പ്രാവശ്യം കയറി ഓഫായപ്പോൾ ഉണ്ടായ ഒരു ഫോൾട്ട് കൊണ്ടായിരിക്കും എൻജിൻ ഇപ്പോൾ ഇത് റിങ്സ് കംപ്ലീറ്റ് സീസ് ആയിരിക്കും. എന്തായാലും നമുക്ക് അഴിച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതിനുള്ളിൽ എന്താ സംഭവിച്ചിരിക്കണം എന്നുള്ളത്. വേറെ കസ്റ്റമർ വേറെ ഇഷ്യൂസ് ഒന്നും പറഞ്ഞില്ല. ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓഫായി നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമ്മളെ ടർബോന്ന് ഇൻ്റർകൂളറിൽ വരുന്ന ഓയിൽ കയറിയിട്ട് ഫുള്ളായിട്ട് റൈസ് ആയിട്ട് ഈ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫോൾട്ടൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോർമൽ ജനറൽ സർവീസ് പോലെ വന്നതാണ്, ഓയിൽ സർവീസ് പോലെ വന്നതാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ കംപ്ലയിൻറ്റ് കണ്ടത്. അങ്ങനെയാണ് കസ്റ്റമറുടെ അടുത്ത് ഇൻഫോം ചെയ്യുന്നത്. അല്ലാതെ കസ്റ്റമർക്കായിട്ടൊരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. സ്റ്റാർട്ടിങ്ങിന് ഇത്തിരി ഡിലേ വരുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞു, ബാക്കിയൊന്നും കസ്റ്റമർക്ക് അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോഴാണ് സ്റ്റിക്കിൽ കൂടെ നല്ല ഹെവി സ്മോക്കും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഡിലേയും വരുന്നത്. അന്നേരം ഞാനൊന്ന് കാണിച്ചു തരാം. അത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നഷ്ടം ഉണ്ടോ. കംപ്രഷൻ ഇല്ലാതെയാണ് വണ്ടി കറങ്ങുന്നത്. എന്നിട്ട് ഇപ്പോഴാണ് പിടിക്കുന്നത്. ഏകദേശം ഒരു 3-4 സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട് ആണ് വണ്ടി പിടിക്കുന്നത്. ചുറ്റിയിട്ടാണ് പിടിക്കുന്നത്. അതുപോലെ തന്നെ സ്മോക്കും ഉണ്ട് ഇതിനകത്ത്. ഹെവി ആയിട്ട് സ്മോക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറയിൽ അധികം കാണില്ല. സ്മോക്കും ഉണ്ട്. കംപ്രഷൻ തീരില്ല. കംപ്രഷൻ നല്ലവണ്ണം കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എൻജിൻ എന്തായാലും അഴിക്കേണ്ടി വരും. അപ്പോൾ ഈ ടെമ്പറേച്ചർ കയറി ഓടിയതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് അഴിച്ചിട്ട് ഫുള്ളായിട്ട് ചെയ്യാം. അത് മാത്രമല്ല ഒരു ടകടകടകടകടാന്നൊരു സൗണ്ടും ഇതിനകത്ത് നിന്ന് വരുന്നുണ്ട്. എന്നുവെച്ചാൽ കണക്റ്റിംഗ് റോഡിൻ്റെ പിന്നെ സൗണ്ട് വരുന്ന പോലെയാണ് വരുന്നത്. അതായത് നമുക്കൊന്ന് എൻജിൻ എന്തായാലും ഇറക്കിയിട്ട് പകുതി ഇപ്പോൾ നമ്മൾ ബമ്പറും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫുള്ളായിട്ടൊന്ന് ഇറക്കിയിട്ട് ഞാൻ കംപ്ലയിൻറ്റ് എന്താ വന്നിരിക്കുന്നത്, എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ പറയാം. അതോടുകൂടി നമുക്ക് പമ്പ് നോസിൽ കാര്യങ്ങളെല്ലാം ഫുള്ളായി ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. നമ്മൾ സ്വിഫ്റ്റിൻ്റെ എൻജിൻ പിരിച്ചു വെച്ചിട്ടുണ്ട്. ഹെവി ആയിട്ട് പിസ്റ്റൺ റിങ്സ് നല്ലോണം ഷെയ്ക്ക് ആകുന്നുണ്ട്. എല്ലാ പിസ്റ്റണും ക്യാമറയിൽ എത്രത്തോളം കാണില്ല, നല്ല ഷെയ്ക്ക് ഉണ്ട്. എല്ലാ പിസ്റ്റണും നല്ല ഷെയ്ക്ക് ഉണ്ട്. കൂടുതലും നമുക്ക് ഈ 4th സിലിണ്ടറിലെ റിങ്സാണ് കൂടുതലും ഡാമേജ് ആയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടിയാണ് കൂടുതൽ നമുക്ക് ഓയിൽ കത്തിക്കൊണ്ടിരുന്നത്. അത് നമുക്ക് ഇവിടെ ഹെഡ് നോക്കിയാൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഈ ഓയിൽ ഇവിടെ നിന്ന് അഴിക്കുമ്പോൾ കയറി വന്ന ഓയിലാണ്. അതല്ലാതെ തന്നെ നമുക്ക് ഈ 3 സിലിണ്ടറും ഈ സിലിണ്ടറും നമുക്ക് വ്യത്യാസമുണ്ട്. കണ്ടില്ലേ, ആ വാൾവിൽ നല്ലവണ്ണം ഓയിലിൻ്റെ അംശം അതിനകത്ത് കയറിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഫുള്ള് ഡ്രൈ ആണ്. ഇത് മാത്രം ഓയിലിൻ്റെ അംശം കയറിയിട്ടുണ്ട്. ഈ ഓയിൽ ഇവിടെ നിന്ന് ഇറങ്ങി വന്ന ഓയിലാണ്, അത് കണക്കാക്കണ്ട. ഈ ഭാഗത്ത് നല്ലോണം ഓയിലിൻ്റെ അംശമുണ്ട്. അപ്പോൾ നമുക്ക് 4th സിലിണ്ടറാണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് തന്നെ ചെയ്യണം, വൃത്തിയായിട്ട് തന്നെ ചെയ്യണം. നമുക്ക് പിസ്റ്റണൊക്കെ നോക്കിയിട്ട് പിസ്റ്റൺ മാറേണ്ട കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വൃത്തിയാക്കിയിട്ട് തന്നെ ഇത് ചെയ്യാം.
നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് കിറ്റ് മാറിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിംഗ് കിറ്റ് ഈ അടുത്താണ് നമ്മൾ മാറ്റിയിട്ട് ഏകദേശം ഒരു 20-25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ടൈമിംഗ് കിറ്റ് അത് തന്നെ പഴയ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ പാർട്സുകളും പിസ്റ്റൺ റിങ്, കണക്ഷനോട് ബെയറിങ്, മെയിൻ ബെയറിങ്, ത്രസ്റ്റ് വാഷർ, അങ്ങനെയുള്ള എല്ലാ സാധനവും നമ്മളിതിനകത്ത് പുതിയതാണ് ഇപ്പോൾ ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. അത് മാത്രമല്ല, അതുകൂടാതെ പുറമേ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മാനിഫോൾഡും നമ്മളിതിനകത്ത് മാറ്റിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ മാനിഫോൾഡിന് ഏകദേശം 4,00,000 രൂപയോളം വില വരുന്നുണ്ട്. മാറ്റാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന ബോൾട്ടിൽ വരുന്ന സ്ക്രീവുകളൊക്കെ തുരുമ്പ് പിടിച്ച് അങ്ങനെ പൊട്ടാനായി നിൽക്കണം. ഇപ്പോൾ അത് വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ മെയിൻ ടൈറ്റും കിട്ടില്ല. എന്താ വെച്ചാൽ പിന്നെ പ്ലാസ്റ്റിക്കിലാണ് അതിൻ്റെ ഉള്ളിലൊരു സ്ലീവ് വരുന്നുണ്ട്, ആ മെറ്റൽ സ്ലീവ് ഉണ്ടാകുമ്പോഴാണ് കറക്റ്റായിട്ട് ടൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ആ ടൈറ്റ് നമുക്ക് പക്കയായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മാറ്റി. അത് മാത്രമല്ല ഫുള്ളും ഹോളാണ്. അപ്പോൾ അതിലേക്ക് വീണ്ടും വെള്ളം കയറി ബോൾട്ട് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വീണ്ടും നമ്മൾ അഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാകുമ്പോൾ അതുകൊണ്ട് നമ്മളത് മാനിഫോൾഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻജിൻ ബെഡ്, ഗിയർ ബോക്സിൻ്റെ റിയർ ബെഡ് അത് മൊത്തം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഡീസൽ ഫിൽറ്ററും മാറ്റിയിട്ടുണ്ട്. ബാക്കി ഏകദേശം ഒരു 8-8.5 മണിക്കൂറായി റണ്ണിങ്ങിൽ ഇട്ടിരിക്കുന്നത്. ലീക്കോ കാര്യങ്ങളൊന്നുമില്ല, പക്കയായിട്ട് തന്നെ റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം എങ്ങനെയാണ് കണ്ടീഷൻ എന്നുള്ളത്. ഓടിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയാൽ എൻജിൻ സൗണ്ട് പക്ക സൈലൻ്റ്. നമുക്കൊരു സ്വിഫ്റ്റ് പെട്രോൾ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. അത്രയും സ്മൂത്തായിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ അത്രയ്ക്ക് അങ്ങ് റേസിങ് ചെയ്യുന്നില്ല. ഒരു 10,000-2,000 കിലോമീറ്റർ ഓടുന്നത് വരെ കറക്റ്റ് എന്താ പറയുക, ഒരു 60, 70, 80, 6 ഇഞ്ചിൽ 2000 RPM വരുന്നത് പോലെ അങ്ങനെ നമുക്ക് ഓടിക്കാൻ പറ്റും. എന്നാൽ മാത്രമേ ആ എഞ്ചിൻ പക്ക സെറ്റ് ആവുള്ളൂ. ഇല്ലാത്ത പക്ഷം ഇപ്പം തന്നെ റഫടി അടിച്ച് കഴിഞ്ഞാൽ പിന്നെ എഞ്ചിൻ മൊത്തത്തിൽ കുളമാവും. നമ്മൾ ഇത്രയും ചെയ്തത് എന്താ പറയുക, ഒരു ഉപകാരം ഇല്ലാതായി പോകും അത്. അപ്പോൾ അതുകൊണ്ട് നോർമൽ സ്പീഡിലാണ് ഞാനിപ്പോൾ പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു 40-50 ആ റേഞ്ചിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. ആ ഓടിക്കുമ്പോൾ തന്നെ വണ്ടി പക്ക സൈലൻ്റ് പറഞ്ഞാൽ പക്ക സൈലൻ്റ്. അത് മാത്രമല്ല, നമ്മൾ ക്ലച്ചും കാര്യങ്ങളും എല്ലാം മാറ്റിയത് കൊണ്ട് ക്ലച്ച് പെഡൽ ഉണ്ടോയെന്ന് തന്നെ നമുക്ക് അറിയുന്നില്ല. അത്രയൊരു സ്മൂത്തായിട്ടാണ് ക്ലച്ചാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ആകുന്നത്. നമ്മൾ ആക്സിലേറ്ററിൽ കൊടുക്കുന്ന അതേ ഒരു എന്താ പറയുക പവർ മാത്രമേ നമുക്ക് ഇതിനകത്ത് ക്ലച്ചിനകത്ത് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലോ. അത്രയും സ്മൂത്താണ്. ആ എൻജിൻ സ്മൂത്തും ആ ക്ലച്ച് സ്മൂത്തും എല്ലാം കൊണ്ടും ആകുമ്പോൾ നമുക്ക് വണ്ടി ഭയങ്കര ഒരു രസമാണ് ഫീൽ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എൻജിൻ കൊണ്ട് ഗിയർ ബോക്സ് പെട്ട് എല്ലാം മാറ്റിയപ്പോൾ വണ്ടി പക്കേ വേറെ ഒരു സൗണ്ടും എൻജിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സൗണ്ടും ഇതിനകത്ത് വരാനില്ല. അങ്ങനെ ആകുമ്പോൾ വണ്ടി പക്ക സ്മൂത്തായി. നമ്മൾ ഈ ചെയ്ത വർക്ക് കസ്റ്റമർക്ക് ഓടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫീലാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും പൈസ ആവും. ഇപ്പോൾ നമ്മൾ എൻജിൻ ബെഡൊക്കെ നമ്മൾ നാളെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 8 രൂപയോളം വരും 3 ബെഡ്. ഹൈഡ്രോളിക് ബെഡിന് മാത്രം അത്യാവശ്യം ഇത്തിരി നല്ല റേറ്റ് ഉണ്ട്. 4000 എങ്ങാണ്ട് വരുന്നുണ്ട് റേറ്റ്. പിന്നെ ബാക്കി 2 മൗണ്ടും 1700, 1500 അങ്ങനെ എന്തോ റേഞ്ചിലാണ് വരുന്നത്. സസ്പെൻഷൻ പാർട്സും നേരത്തെ നമ്മൾ ഫുള്ളായിട്ട് വർക്ക് ചെയ്തത് കൊണ്ട് ആ ഭാഗവും പക്ക സൈലൻ്റാണ്. നമുക്ക് വേറെ സസ്പെൻഷൻ്റെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക നോർമലായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. മൊത്തത്തിൽ വണ്ടി ഭയങ്കര രസമാണ്. രസമായിട്ടാണ് ഇപ്പോൾ ഓടിക്കാനായിട്ട്. ഭയങ്കര സ്മൂത്ത്. നമുക്ക് എൻജിൻ വർക്ക് ചെയ്താലും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫീലിംഗ്, ഒരു വണ്ടിയുടെ ഒരു പുതിയ വണ്ടിയുടെ ഒരു ഫീല് നമുക്ക് ഇതിനകത്ത് നല്ലവണ്ണം കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ വണ്ടി പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നൊക്കെ 2000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. അതുവരയ്ക്കും ഇങ്ങനെ പയ്യെ ഓടിച്ച് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ആ 2000 കിലോമീറ്ററിലെ ഓയിൽ സർവീസും ചെയ്തിട്ട് പിന്നെ നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വണ്ടി ഓടിക്കാൻ ഒരു കുഴപ്പമുണ്ടാവില്ല. അന്നത്തിന് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ വണ്ടി എൻജിൻ സെറ്റ് ആവുകയുള്ളൂ. എന്നാൽ നമ്മൾ പുതിയ വണ്ടി എടുക്കുമ്പോഴും അങ്ങനെയാണല്ലോ, 2-3 സർവീസ് കഴിഞ്ഞാൽ ക്ലിയർ ആവുകയുള്ളൂ എന്ന് പറയും. അതുപോലെ തന്നെ മൈലേജിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും 2-3 സർവീസ് കഴിഞ്ഞാൽ ക്ലിയർ ആവുള്ളൂ പറയും പുതിയ വണ്ടി എടുക്കുമ്പോൾ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ വണ്ടിയുടെ സിറ്റുവേഷൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ എൻജിൻ്റെ പുറമേ ഉള്ള പാർട്സ് മാത്രമേ പഴയുള്ളൂ, കേസും കാര്യങ്ങളും. ബാക്കി എല്ലാ സാധനവും പുതിയതാണ്.
അപ്പോൾ അത് ഒരു സർവീസ് കഴിഞ്ഞ് 2000 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ മൈലേജ് ആണെങ്കിലും ശരി, ഇനിയിപ്പോൾ പുള്ളിങ് കാര്യങ്ങൾ എല്ലാം 2000 കിലോമീറ്റർ ഓടിയാലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പക്ക സെറ്റ് ആവുള്ളൂ. ആ 2000 കിലോമീറ്ററും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ ഇനി നല്ല സ്മൂത്താണ്. നമ്മൾ പറയുന്നത് പോലെ നമ്മൾ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞു വിടും, ഇനി ഇത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ പറ്റുള്ളൂ, ഇത്രയേ ഇതാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു വിടും. അതുപോലെ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി 2000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര സ്മൂത്തായിരിക്കും. നമ്മൾ പിന്നെ പ്രതീക്ഷിക്കാത്തൊരു പവറും നമുക്ക് വണ്ടിക്കകത്തുനിന്ന് കിട്ടും. വണ്ടി ഓടിക്കാനും അതിൻ്റേതായുള്ള ഒരു രസം ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ കറക്റ്റ് ആ ഒരു രീതിക്ക് വേണം മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കാൻ. റേസ് കൂടുതൽ വണ്ടി റേസ് ചെയ്യാതിരിക്കുക, 2000 RPM മേലെ കയറ്റാതിരിക്കുക എഞ്ചിൻ പണി കഴിഞ്ഞാൽ. ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും കേട്ടോ, എല്ലാ വണ്ടിയും ഒരേ ടൈപ്പ് തന്നെ. എഞ്ചിൻ്റെ ആകൃതികൾ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി വർക്കിംഗ് പ്രൊസീജിയർ എല്ലാ വണ്ടിക്കും സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും എഞ്ചിൻ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് ബൈക്കാണെങ്കിലും ശരി കേട്ടോ, കുറച്ച് കിലോമീറ്റർ വരെ നമ്മൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പയ്യെ റേസ് ചെയ്യാതെ അങ്ങനെ ഓടിച്ചാൽ മാത്രമേ അത് പക്ക സെറ്റാവുള്ളൂ. ഇപ്പോൾ ഇതിപ്പോൾ വണ്ടി പക്ക സ്മൂത്താണ്, പക്ക ഓക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ഓയിൽ ലീക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കിയിട്ട് വണ്ടി ഡെലിവറി ചെയ്യാം, കുഴപ്പമില്ല. ബാക്കി കുഴപ്പമൊന്നുമില്ല. ബാറ്ററി കംപ്ലൈൻ്റ് ആണ് ഇതിൻ്റെ, ബാറ്ററി മാറ്റേണ്ടി വരും. ബാറ്ററി ചാർജ് കയറുന്നില്ല. അതിപ്പോൾ നമ്മൾ 4 മണിക്കൂർ 8 മണിക്കൂർ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടും ബാറ്ററി ചാർജ് ഒട്ടും തന്നെ കയറുന്നില്ല. ബാറ്ററി ഒരു ഫോൾട്ട് ഉണ്ട്, അതും കൂടെ ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.